നിങ്ങൾ ചാറ്റ് കാണും. ദേ കിച്ചൂസാണ് ഫുള്ള് കാണാമോ ചാറ്റ്? ഇതാണ് എന്റെ ചാറ്റ് കാണിച്ചുകൊണ്ടാണ് ഞാനിത് പുറത്ത് വിട്ടത് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും വിടത്തില്ല എന്ന് പറയും. ദേ ഇതേണ്ടേ കിച്ചു ഞാൻ തമ്മിലുള്ള ചാറ്റാണ്, സബ്സ്ക്രിപ്ഷന്റെ കാര്യമാണ്. അപ്പൊ എന്റെ കുഞ്ഞ് മോനെ കിച്ചു, നീ സമ്മതിച്ചുകൊണ്ടാണ് അമ്മ ഇത് ചെയ്തത്. പിന്നെ മോൻ ഗുഡെന്ന് പറഞ്ഞുകൊണ്ടാണ് മോൻ അന്ന് എന്നോട് പറയാൻ അമ്മേ അത് വേണ്ട കേട്ടോ എന്ന് പറയാൻ അമ്മ ഇത് ചെയ്യത്തില്ല എന്ന് പറയും. മോൻ ഗുഡ് നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്തത്. തുടങ്ങി അന്നാണെന്ന് നിങ്ങൾ ഓർക്കണം. എന്റെ തുടങ്ങി അന്ന് 500 സബ് കഴിഞ്ഞുണ്ട്. അപ്പൊ കിച്ചു എന്താ എന്നോട് പറഞ്ഞ മറുപടി? നിങ്ങൾ മേലെ ഇത് ചെയ്യരുതെന്നല്ല പറഞ്ഞത്, നിങ്ങൾ ഇനി ഇത് ഒരിക്കലും ചെയ്യരുതെന്ന് കിച്ചു അന്ന് എന്നോട് പറയുമായിരുന്നെങ്കിൽ മോനെ കിച്ചു അമ്മ സബ്സ്ക്രിപ്ഷൻ തുടങ്ങത്തില്ല. പക്ഷെ മോൻ എന്നാ പറഞ്ഞെന്നറിയോ? ഗുഡെന്ന്. അതിനുശേഷം ഞാൻ പറഞ്ഞ 600 കഴിഞ്ഞു, 150 രൂപയാണ്. അപ്പൊ കിച്ചു പറയാ 150. നിങ്ങൾ കണ്ടോ? എന്നെ വെറുതെ വിട് കിച്ചു എന്നെ വെറുതെ വിട്. പിന്നെ നമുക്ക് രണ്ടുപേർക്ക് അറിയേണ്ട പല കാര്യങ്ങളുണ്ട് അല്ലെ കിച്ചു? ഫ്യൂച്ചർ വരെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്. സോ അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കിച്ചു. എന്റെ കുഞ്ഞ് നിന്നെ ചേട്ടനായിട്ട് കണ്ടുപോയി, ഇനി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കിച്ചു. ഞാൻ ക്യാൻസർ വന്നിനി ഞാൻ മരിച്ചാൽ പോലും എനിക്ക് നീ ഒന്നും ചെയ്യണ്ട. എന്റെ ഋതപ്പൻ, എന്റെ കുഞ്ഞ്, ഞാൻ പ്രസവിച്ച എന്റെ ഒരേ ഒരു കുഞ്ഞ്, നിന്നെ ഞാൻ ആ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിച്ചു. നിന്നെ ഞാൻ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ നിനക്ക് എന്റെ സബ്സ്ക്രിപ്ഷൻ കിട്ടിയ പൈസ വരെ ഞാൻ നിനക്ക് തന്നു. ഒരുപാട് പൈസ ഞാൻ ഉറക്കമടച്ച്, ഞാൻ ആൽബങ്ങൾ ചെയ്തത്, ഞാൻ ഉറക്കമടച്ച് ഗൾഫിൽ പോയി പ്രമോഷൻ ചെയ്തത് എല്ലാം ഞാൻ നിനക്ക് അതിന്റെ ഒരു ഓഹരി ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. നീ അതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ആ ചാറ്റുകളെല്ലാം എന്റെ ഉണ്ട്. പക്ഷെ ഞാൻ അതൊക്കെ കാണിക്കത്തില്ല കിച്ചു. നീ അല്ല ഞാൻ. നിന്റെ അമ്മ സ്വന്തം പെറ്റതള്ള നിന്നെ ഇട്ടിട്ട് പോയതൊക്കെ 1.5 വയസ്സിലൊക്കെ ഒട്ട കഥകൾ വരെ എന്നോട് നീ പറഞ്ഞു വെച്ചു. കൊല്ലത്തെ വീട്ടിൽ വെച്ച് നീ അനുഭവിച്ച, ചെറുപ്പത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ വരെ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ദാസിനെ പറ്റി എന്നെ പറ്റി പറയുന്നല്ലോ സസ്പെൻഷൻ. ഞാൻ സസ്പെൻഷൻ അല്ലേ തുടങ്ങിയുള്ളൂ നിയമപരമായിട്ട്. നിയമവിരുദ്ധമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ കിച്ചു. നീ ഇപ്പോഴല്ലേ 1 വർഷമായിട്ടല്ലേ നീ ഇപ്പം സ്വന്തം കാര്യം നിൽക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇതിന് മുന്നേ രാഹുൽദാസ് ഉണ്ടായിരുന്നു. ചിങ്ങവനം ഭാഗം, കൊല്ലാട് ഭാഗം, അതുപോലെ ഈ പൊങ്ങന്താനം, ഈ തൃക്കൊടുത്താനം പോലീസ് സ്റ്റേഷൻ, വാഗത്താനം പോലീസ് സ്റ്റേഷൻ ഒന്ന് തിരക്കി നോക്കി രാഹുൽദാസിനെ പറ്റി. അറിയാനുള്ളവരോടാണ് ഞാൻ പറയുന്നത്. എന്നെ ഈ കുറ്റപ്പെടുത്തുന്നവരെ എന്തായാലും രേണുസുതി അങ്ങനെ ഒരു നിയമവിരുദ്ധമായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇതിനകത്ത് വെൽക്കം ബാക്ക്. രേണുസുതി അഗൈൻ ഈസ് കമ്മിങ്. രേണുസുതി വീണ്ടും കിച്ചു എന്നിട്ട ആ ഒരു വീഡിയോയ്ക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ്. ഓക്കെ, അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു അലിഗേഷൻ, ഒരു കാര്യം കിച്ചു ഉന്നയിക്കുമ്പോഴും അതിന് രേണുസുതിയുടെ ഭാഗത്ത് നിന്നും ഒരു ക്ലാരിറ്റി കൊടുക്കുന്നതിൽ തെറ്റൊന്നും നമ്മൾ കാണുന്നില്ല. പക്ഷേ ഈ തുടക്കത്തിൽ ഈ ഒരു കാര്യത്തിനകത്ത് എനിക്ക് സബ്സ്ക്രൈബ് 500 പേരായി എന്ന് പറയുമ്പോൾ അവൻ ഓക്കെ ഗുഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷേ എനിക്ക് തോന്നുന്നത് എന്തായാലും ഞാൻ പറഞ്ഞാൽ എന്തായാലും കേൾക്കത്തില്ല. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്നുള്ള രീതിയിലായിരിക്കും. അത് മാത്രമല്ല, ഏത് തരത്തിലുള്ള കണ്ടന്റാണ് അതിൽ ഇടാൻ പോകുന്നത് എന്നുള്ളതും അവന് അറിഞ്ഞിട്ടില്ലായിരുന്നല്ലോ. അത് വെച്ച് നോക്കുമ്പം തുടങ്ങിയ ദിവസം തന്നെയാണ് ഇതെന്നുള്ളത് രേണു തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പം പിന്നെ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാര്യം അതിലേക്ക് രേണു ഉദ്ദേശിക്കുന്ന കണ്ടന്റ് എന്താണെന്നോ കണ്ടന്റ് വരികയോ അടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. തുടങ്ങിയ ദിവസം നടന്ന ചാറ്റാണ്. അത് വെച്ച് നോക്കുമ്പം അവനെ കുറ്റം പറയാൻ പറ്റുമോ എന്നുള്ളത് എൻ്റെ കാഴ്ചപ്പാടി ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയുക. പിന്നെ ഇതിന്റെ ബാക്കി ഒരു ഫുൾ ലെങ്ത് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ രേണുവിന്റെ ആ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് പറയുക. നമുക്ക് കുറച്ച് ഇത് കണ്ടതിന് ശേഷം സംസാരിക്കാം. അപ്പോൾ രേണുവിന് എന്തായാലും പറയാനുള്ളത് പറയണമല്ലോ. പിന്നെ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ കൂടി ആകുമ്പോൾ അത് നമ്മൾ കേൾക്കണം. എല്ലാവരും ഒന്ന് മാക്സിമം അവസാനം വരെ കേട്ട് നോക്ക്. കിച്ചുവിനെതിരെ ഒരുപാട് അലിഗേഷൻസ് ഇതിനകത്ത് പറയുന്നുണ്ട്. അത് ഏത് തരത്തിൽ വന്ന് ഭവിക്കും എന്നുള്ളത് അറിഞ്ഞൂടാ. അവന്റെ ഭാവിയെ തന്നെ ചോദ്യചിഹ്നത്തിലാക്കുന്ന തരത്തിലുള്ള പല ആരോപണങ്ങൾ പറയാതെ പറയുന്നുണ്ട് ഇതിനകത്ത് രേണു. അപ്പൊ നമുക്കൊന്ന് കേൾക്കാതെ. എഴുന്നേറ്റ് വന്നേ പറ്റത്തുള്ളൂ എന്റെ ഋതപ്പന് വേണ്ടിട്ട്. നിനക്ക് ആ കുഞ്ഞിനോട് തൊള്ളി സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ ഇത്രയും വരുമാനം കിട്ടുന്നുണ്ടല്ലോ. നീ 1 രൂപയ്ക്ക് ഒരു മുട്ടായി നീ അവനെ മേടിച്ചു കൊടുക്കും. നിന്റെ അനിയനല്ലേ? എനിക്കൊന്നും വേണ്ട കിച്ചു നിന്റെ. ഞാൻ നിനക്ക് തന്നിട്ടേ ഉള്ളു പൈസ. അതിന് കണക്ക് പറഞ്ഞല്ല. അബദ്ധ ഘട്ടങ്ങളിൽ പോലെ ഞാനും ഇല്ലായിരുന്നു. ഈ അമ്മയും നിന്റെ ഈ കുറ്റം പറഞ്ഞ നിന്റെ അളിയനും ചേച്ചിയൊക്കെ ഉള്ളായിരുന്നു. ഓരോ കുറ്റത്തിന് പോലീസ് സ്റ്റേഷൻ വരെ കയറി ഇറങ്ങി ഞാനായിരുന്നു. എനിക്ക് ഒരു സ്നേഹവും എനിക്ക് തരണ്ട. എന്നെ വന്ന് കാണണ്ട. ആരുടെ വിഷമം തീർക്കാൻ എന്നെ വന്ന് കാണും. ഇന്ന് വരെ കണ്ടുമില്ല, വിളിച്ചുമില്ല, മിണ്ടിയില്ലല്ലോ. വേണ്ട, ഇനി ഇത് വേണ്ട. എന്നെ വെറുതെ വിട്ടേക്ക്. ഈ ഉള്ളവളെ വെറുതെ വിട്ടേക്ക്. ഞാൻ ചത്താലും എന്റെ ശവം പോലും നിങ്ങൾ ആരും വന്ന് കണ്ട് എന്നെ ഒരു റീത്ത് പോലും ആരും സമർപ്പിക്കണ്ട. എന്നെ വെറുതെ വിട്ടേക്ക്. എന്റെ കൊച്ചിന് വേണ്ടിട്ട് എന്നെ വെറുതെ വിട്ടേക്ക്. ഹലോ, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. രേണുസുതിയാണ്. ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ എടുക്കണ്ട എന്ന് ഓർത്തിരിക്കുമായിരുന്നു. അതായത് ഞാനിപ്പം വയ്യാണ്ട് കിടക്കുമായിരുന്നു. അപ്പോഴാണ് എൻ്റെ വീട്ടുകാർ തന്നെ എൻ്റെ ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെടുത്തിയത്. വേറെ അറിയില്ല, കിച്ചു എന്നല്ല യഥാർത്ഥ പേര്, രാഹുൽ ദാസ്. കിച്ചു എന്ന് അവൻ്റെ അച്ഛനും വീട്ടുകാരൊക്കെ ഇട്ട പേരാണ്. ഇപ്പോഴത്തെ പുതിയ വിഷയം, ഞാൻ 1 മാസമായി
ക്യാൻസർ ബാധിതയായിട്ട്, അതായത് എല്ലാവരും അറിഞ്ഞിട്ട് ക്യാൻസർ ആണ് അറിഞ്ഞിട്ട് ചികിത്സ പറഞ്ഞിട്ട് ഞാൻ കിടപ്പാണ്. നിങ്ങൾക്കറിയാം ഞാൻ ഈ ഐസിയുലൊക്കെ ആയിരുന്നു വന്നാൽ വയ്യാതെ 1 മാസമായിട്ട് എനിക്ക് സബ്സ്ക്രിപ്ഷനോ ഒന്നുമില്ല. രേണു വളരെ ഇമോഷണൽ ആണ്, അറിയാം. രേണു അല്ല, ഞാനാണെങ്കിൽ തന്നെയും ഇങ്ങനെ ഒരു സംഭവം വരുമ്പം പ്രതികരിക്കണം. അത് രേണുവിന്റെ ഇഷ്ടം. അപ്പം പറയാനുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം എന്നുള്ളതാണ്. കിച്ചു അങ്ങനെ ഒരു വീഡിയോ ചെയ്ത സ്ഥിതിക്ക് രേണുവിന്റെ ഭാഗം കൂടി കേൾക്കുമ്പം ആൾക്കാർക്ക് ഒരു വ്യക്തത ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി കിട്ടും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ നിങ്ങൾ മരണത്തെയും ഇതിനെ പറ്റിയൊക്കെ ഇപ്പൊ ചിന്തിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് പറയുന്നത്. അതൊക്കെ പിന്നീടുള്ള കാര്യമാണ്. ദൈവം നിങ്ങൾക്ക് ആരോഗ്യം തിരിച്ചു തരട്ടെ, രോഗം മാറട്ടെ. ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ രോഗാവസ്ഥയെ കടത്തിക്കൊണ്ട് വരണ്ട എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം നിങ്ങളൊരു ആ ഒരു അവസ്ഥയും കൂടെ ഇങ്ങനത്തെ വീഡിയോ ഇറക്കുമ്പോൾ മനസ്സിലാക്കണം. പിന്നെ ഇതോടുകൂടി ഈ ഒരു വീഡിയോ നിങ്ങൾ അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. പറയുന്നവരെന്തോ പറയട്ടെ. നിങ്ങൾ ഇപ്പം നിങ്ങളുടെ അല്ലാത്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങൾ ചെയ്യണം. കാര്യം നിങ്ങൾക്ക് ഒരു വരുമാന മാർഗ്ഗമാണ്. ഇങ്ങനെയുള്ള കോൺട്രവേഴ്സി അങ്ങ് ഒഴിവാക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ ട്രീറ്റ്മെന്റിലാണ് ശ്രദ്ധ വേണ്ടതെന്നുള്ളതാണ്. എന്തായാലും ഈ വീഡിയോയുടെ ബാക്കി ഭാഗം ഒന്ന് കേൾക്ക് നിങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നെ കുറ്റപ്പെടുത്തിയവർ പോലും എന്റെ വീട്ടുകാരിൽ ക്യാൻസർ എന്ന് പറഞ്ഞ രോഗം അങ്ങനെയാണ്. അപ്പം ആ സമയത്ത് ഈ ഇത്രയും നാളുമായിട്ട് സബ്സ്ക്രിപ്ഷൻ കൊണ്ടാണ് അമ്മയെ നിർത്തുന്നു എന്നുള്ളത്. ഞാൻ എന്റെ ജീവിതത്തിൽ എന്ത് പരിചയപ്പെട്ടത് എല്ലാവരും എന്ത് തുടങ്ങിയാൽ ഞാൻ 1 മാസമായിട്ട് എനിക്ക് പറയേണ്ട കാര്യങ്ങൾ എനിക്ക് ഞാൻ കിച്ചനോട് പറഞ്ഞ സബ്സ്ക്രിപ്ഷൻ ചാറ്റ് മാത്രമേ ഞാൻ കാണിക്കുള്ളൂ. കാരണം എന്നെ പറ്റി അതാണല്ലോ പറഞ്ഞത്. സബ്സ്ക്രിപ്ഷൻ ആണല്ലോ മെയിൻ പ്രശ്നമായിട്ട് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ ആ സബ്സ്ക്രിപ്ഷന്റെ ചാറ്റ് ഞാൻ കിച്ചനോട് പറഞ്ഞു ഞാൻ നിങ്ങളെ കാണിക്കാം. സബ്സ്ക്രിപ്ഷൻ കൊണ്ടാണ് സ്മൈലിയുടെ ചിഹ്നം. അപ്പൊ ഞാൻ 500 തുടങ്ങി അന്നാണ് തുടങ്ങി അന്നാണ് 500 സബ് കഴിഞ്ഞത്. അപ്പൊ എന്നോട് പറഞ്ഞ മറുപടി നിങ്ങൾ അറിയിച്ചോണ്ടാണ്. നിങ്ങൾ ഇനി ഇത് ഒരിക്കലും ചെയ്യരുത് കിച്ചു അന്ന് എന്നോട് പറയുമായിരുന്നെങ്കിൽ അമ്മ സബ്സ്ക്രിപ്ഷൻ തുടങ്ങത്തില്ല. അതിനുശേഷം ഞാൻ കിച്ചു പറയാത്താ ഞാൻ കിച്ചനോട് പറഞ്ഞ സബ്സ്ക്രിപ്ഷന്റെ ചാറ്റ് മാത്രമേ ഞാൻ കാണിക്കുള്ളൂ. നിങ്ങൾ ചാറ്റ് കണ്ടോ? എന്നെ പറ്റി അതാണല്ലോ പറഞ്ഞത്. സബ്സ്ക്രിപ്ഷൻ ആണല്ലോ ഇപ്പം നിങ്ങൾ ചാറ്റ് കാണും. ആ സബ്സ്ക്രിപ്ഷന്റെ ചാറ്റ് മാത്രമേ ഞാൻ കാണിക്കാം. ഫുള്ള് കാണാം. എന്റെ ചാറ്റ് കാണിച്ചുകൊണ്ടാണ് ഞാനിത് പുറത്ത് വിട്ടത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും വിടത്തില്ലാന്ന് പറയാം. വേണ്ടേ കിച്ചു ഞാൻ തമ്മിലുള്ള ചാറ്റാണ്, സബ്സ്ക്രിപ്ഷന്റെ കാര്യമാണ്. അപ്പൊ എന്റെ മോനെ കിച്ചു നീ സമ്മതിച്ചുകൊണ്ടാണ് അമ്മ ഇത് ചെയ്തത്. പിന്നെ മോൻ ഗുഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മോൻ അന്ന് എന്നോട് പറയുന്നത് അമ്മ അത് വേണ്ട എന്ന് പറയുന്നത്. മോൻ ഗുഡ് നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ നാക്കിന്റെ വീഡിയോ ലൈവ് വീഡിയോ വന്നത്. അപ്പോഴാണ് കിച്ചു എന്നോട് നിങ്ങൾ ഇത്രയും നാളുമായിട്ട് കിച്ചു എന്നോട് പറയുമായിരുന്നു. അങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ അവർക്കൊന്നും ഇല്ലാത്ത പ്രശ്നമാണ്. അതിനുശേഷം ഞാൻ പൈസ കിട്ടുന്നുണ്ടല്ലോ കിച്ചു 2 ലക്ഷം രൂപ അന്നത്തെ കാര്യം ഇത് കിട്ടുന്നുണ്ടല്ലോ കിച്ചു. അതാണ് ഞാൻ പറഞ്ഞ കാര്യം. അത് കിച്ചു പുറത്തു വിടേണ്ട കാര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പുറത്തു വിട്ടത്. പിന്നെ കിച്ചു മോനെ നിങ്ങൾ എന്നെ പറ്റി കുറ്റം പറയാൻ ഇനിയിപ്പോ ഒരുപാട് ബ്ലോഗേഴ്സ് പിന്നെ കിച്ചുവിനെ ഇപ്പം നിയന്ത്രിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടെന്ന് എനിക്ക് അവർക്കൊന്നും അറിയത്തില്ല. ഒന്നും അറിയാതെ ഒന്നും അറിയാതെ എന്റെ മെക്കെട്ടുകാരാണ് നിങ്ങൾ ദയവേത്. ഞാൻ ക്യാൻസർ രോഗിയാണ്. ഇനിയെങ്കിലും കിച്ചു ഞാൻ നീ എന്നെ നോക്കണ്ട, നീ എനിക്ക് ഗുണം ചെയ്യണ്ട, നീ എന്നെ അമ്മയെന്ന് വിളിക്കണം. ദയവേ ഒന്നും എന്നെ നീ വിളിക്കാം. മോനിക്ക് എന്നെ ദ്രോഹിക്കാതിരുന്നു. ഞാൻ ക്യാൻസർ വന്നിട്ട് ഞാൻ മരിച്ചാൽ പോലെ എനിക്ക് നീ ഒന്നും ചെയ്യണ്ട. എന്റെ ഹൃദയം എന്റെ കുഞ്ഞ് ഞാൻ പ്രസവിച്ച എന്റെ ഒരേ ഒരു കുഞ്ഞ് നിന്നെ ഞാൻ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ നിന്നെ ഞാൻ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ നിനക്ക് എന്റെ സബ്സ്ക്രിപ്ഷൻ കിട്ടിയ പൈസ ഞാൻ ഒരുപാട് പൈസ ഞാൻ ഉറക്കമടിച്ച് ഞാൻ ആൽബങ്ങൾ ചെയ്തത് ഞാൻ ഉറക്കമടിച്ച് ഗൾഫിൽ പോയി പ്രമോഷൻ ചെയ്തത് എല്ലാം ഞാൻ നിനക്ക് അതിന് ഒരു ഓഹരി ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. നീ അതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ആ ചാറ്റുകളെല്ലാം എന്റെ കാണിക്കുന്നില്ല. നീ എന്റെ പൈസ കിട്ടുന്നുണ്ടല്ലോ കിച്ചു 2 ലക്ഷം. നിന്റെ അമ്മ സ്വന്തം പെട്ടെന്നാണ് നിന്നെ ഇട്ടിട്ട് പോയതൊക്കെ 1.5 വയസ്സുള്ള ഒട്ട കഥകൾ എന്നോട് നീ പറഞ്ഞു. കൊല്ലത്തെ വീട്ടിൽ വെച്ച് നീ അനുഭവിച്ച ചെറുപ്പത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ ഇവിടെ എനിക്ക് ചെറിയൊരു വിയോജിപ്പുള്ളത് ഈ ഒരു പോർഷനിലാണ്. അതായത് ആ നാക്കിന്റെ ഒരു ഇഷ്യൂ ആണ് അത്രയും പുറത്തു വന്നത്, ലീക്കായതും അത്ര വൈറലായതും. ആ ഒരു വീഡിയോ ആണ് ഒരു പക്ഷേ എല്ലാവരുടെയും കയ്യിൽ എത്തപ്പെട്ടതും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വൈറലാകുക ചെയ്തത്. അപ്പോൾ ആ ഒരു വീഡിയോയെ സംബന്ധിച്ച് അങ്ങനെയൊക്കെ ഉള്ള കണ്ടന്റുകൾ വരുമ്പം ഒരു പക്ഷേ അതിൽ ഇട്ടേക്കുന്ന കണ്ടന്റ് എന്താണെന്നുള്ളത് അവൻ അറിഞ്ഞു കാണത്തില്ല. മേ ബി ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. അവൻ അറിയാൻ ചാൻസ് ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം ഈ ഒരു വീഡിയോ ലീക്കായപ്പം എന്തായാലും സ്വാഭാവികമായിട്ടും അവൻ്റെ കയ്യിൽ എത്തുമല്ലോ. അങ്ങനെ അവൻ ആ വീഡിയോ കണ്ടു. അത് കണ്ടപ്പോൾ അവനത് മോശമായി തോന്നി.
എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അന്നേരം അവൻ അതൊരു വിഷമം തോന്നി. അപ്പോൾ അത് വേണ്ട, അത് അവിടെ അവസാനിപ്പിക്കുക എന്നുള്ളത് അത് തെറ്റാണെന്ന് തോന്നിയപ്പോൾ അവനത് പറഞ്ഞ് അവസാനിപ്പിക്കുക. അന്നേരം രേണുസുതി പറഞ്ഞ് എനിക്ക് ഇത്ര രൂപ അവിടുന്ന് വരുമാനം കിട്ടുന്നുണ്ട്, പിന്നെ ഞാൻ എന്തിന് അവസാനിപ്പിക്കണം എന്നുള്ളത് ചോദിച്ച്. അപ്പോൾ അവനെ കുറ്റം പറയാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ കാഴ്ചപ്പാട് ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. കാര്യം ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ തന്നെ, ഈ ഒരു സംഭവത്തിൽ പിന്നെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങുമ്പം അതിനകത്ത് ഇടാൻ പോകുന്ന കണ്ടന്റ് എന്താണെന്നോ അത് ഇന്ന കണ്ടന്റുകളാണെന്നോ ഇങ്ങനെയൊക്കെയാണ് അതിനകത്ത് വീഡിയോ ചെയ്യാൻ പോകുന്നതെന്നുള്ളത് അപ്പോൾ അവനറിയുന്നില്ലല്ലോ. അത് തുടങ്ങി ഇങ്ങനെ പോയി അതിൽ നിങ്ങളുടെ വീഡിയോസ് ഓരോന്ന് പുറത്ത് ലീക്കായി തുടങ്ങിയപ്പോഴാണ് ഈ സംഭവം അത്ര വശപശകല്ല. ഈ ആൽബം ചെയ്യുന്നത് പോലോ പുറത്ത് ഇതുപോലുള്ള സംഭവങ്ങൾ ചെയ്യുന്നത് പോലോ അല്ല. ഇത് നാണക്കേടാണ്. എനിക്കിവിടെ അവൻ പുറത്ത് സഹകരിക്കുന്ന വ്യക്തിയാണല്ലോ. അവനുമായിട്ട് ബന്ധപ്പെട്ട ഒരാളുടെ വീഡിയോ ഇത്രയും വൈറലാവുമ്പം അവൻ അതിന്റെ മാനസികമായ പ്രയാസം എന്തായാലും ഉണ്ടാകും. അപ്പൊ അവനെ കുറ്റം പറയാൻ പറ്റത്തില്ലെന്നുള്ള അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നിങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം പറയുക. ബാക്കിയൂടെ കേട്ടു നോക്കുക. നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതൊന്നും ചെറുപ്പത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ വരെ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതൊന്നും പുറത്ത് വിടുന്ന കഴിച്ചു. ഞാൻ അങ്ങനത്തെ ഒരു അമ്മയല്ല, ഞാൻ അങ്ങനത്തെ ഒരു സ്ത്രീ അല്ല. ഇനിയെങ്കിലും എന്നെ വെറുതെ വിടുക. ഞാൻ ക്യാൻസർ രോഗമായിട്ട് ഞാൻ മല്ലിടുവാണ്. എനിക്ക് എന്റെ ഹൃദയത്തിന് വേണ്ടിയിട്ട് ജീവിച്ചേ പറ്റത്തുള്ളൂ. എന്നെ വെറുതെ വിടുപ്പിച്ചു. കിച്ചു എന്നെ വെറുതെ വിട്. പിന്നെ നമുക്ക് രണ്ടുപേർക്കും അറിയേണ്ട പല കാര്യങ്ങളുണ്ട് അല്ലെ കിച്ചു? ഫ്യൂച്ചർ വരെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്. സോ അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കിച്ചു. എന്റെ കുഞ്ഞ് നിന്നെ ചേട്ടനായിട്ട് കണ്ടുപോയി. ഇനി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കിച്ചു. രാഹുൽ ദാസിനെ പറ്റി എന്നെ പറ്റി പറയുന്നല്ലോ സസ്പെൻഷൻ. ഞാൻ സസ്പെൻഷൻ അല്ലേ തുടങ്ങുള്ളൂ നിയമപരമായിട്ട്. നിയമവിരുദ്ധമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. കിച്ചു, നീ ഇപ്പോഴല്ലേ 1 വർഷം ആയിട്ടല്ലേ നീ ഇപ്പം സ്വന്തം കാലം നിൽക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇതിന് മുന്നേ രാഹുൽ ദാസ് ഉണ്ടായിരുന്നു. ചിങ്ങവനം ഭാഗം, കൊല്ലാട് ഭാഗം, അതുപോലെ ഈ പൊങ്ങന്താനം, ഈ തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷൻ, വാഗത്താനം പോലീസ് സ്റ്റേഷൻ ഒന്ന് തിരക്കി നോക്കി രാഹുൽ ദാസിനെ പറ്റി. അറിയാനുള്ളവരോടാണ് ഞാൻ പറയുന്നത്. എന്റെ ഈ കുറ്റപ്പെടുത്തുന്നവരെ എന്തായാലും രേണുസുതി അങ്ങനെ ഒരു നിയമവിരുദ്ധമായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളവർ കുറച്ചും കൂടെ അറിയണമെങ്കിൽ ആ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ആ നാട്ടിലോ കൊല്ലാട് നാട്ടിലോ ഒന്ന് കിച്ചുവിനെ പറ്റി, രാഹുൽ ദാസിനെ പറ്റി തിരക്കി നോക്ക്. അപ്പൊ എനിക്കതും പറയാറുണ്ടല്ലോ രാഹുലെ. കിച്ചു, ഇനിയെങ്കിലും എന്നെ ഇനി അമ്മയെന്ന് വിളിച്ചില്ലേലും കുഴപ്പമില്ല, എന്നെ ഇനി ഉപദ്രവിക്കാതെ വിടുക. ഞാൻ നിന്നെ ദ്രോഹിക്കാൻ വരുന്നില്ല, എന്നെ ഉപദ്രവിക്കാതെ വിടുക. ഞാൻ ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ്. ഞാൻ നിന്റെ കാല് പിടിച്ച് അമ്മ പറയാം. എന്റെ നെഞ്ച് തടിക്കാൻ പറ്റത്തില്ല, തിക്ലായി കിടക്കുന്നുണ്ട്. ഞാൻ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേദനിക്കും. ഞാൻ കാല് പിടിച്ച് പറയുക. എന്നെ ഇനി നാക്കിട്ട് എന്നെ ഇനി കുത്തി ഇനി എന്നെ സംസാരിപ്പിക്കരുത്. എനിക്ക് വയ്യ. ഇനി എന്റെ പേരെടുത്തിടരുത്. എനിക്ക് ഗുണം ചെയ്തില്ലേലും എന്നെ ദ്രോഹിക്കാതിരിക്കുക. എന്റെ കുഞ്ഞിനെ ഓർത്തിട്ട് ഇതിനകത്ത് എഴുന്നേറ്റ് വന്നേ പറ്റത്തുള്ളൂ എന്റെ ഹൃദയത്തിന് വേണ്ടിയിട്ട്. നിനക്ക് ആ കുഞ്ഞിനോട് തൊള്ളി സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ ഇത്രയും വരുമാനം കിട്ടുന്നുണ്ടല്ലോ, നീ 1 രൂപയ്ക്ക് ഒരു മുട്ടായി നീ അവനെ മേടിച്ചു കൊടുക്കും. നിന്റെ അനിയനല്ലേ, എനിക്കൊന്നും വേണ്ട കിച്ചു നിന്റെ. ഞാൻ നിനക്ക് തന്നിട്ടേ ഉള്ളു പൈസ. അതിന് കണക്ക് പറഞ്ഞല്ല. അമ്മയ്ക്ക് പറയാണ്ട് ഒരുപാട് കാര്യങ്ങൾ, തെളിവ് സഹിതം കാര്യങ്ങളാണ്. ഇപ്പൊ മോൻ സ്നേഹം കാര്യങ്ങളൊക്കെ ആയിട്ട് അച്ഛന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മോശം കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട് പല ആളുകളും. മോന്റെ വോയിസ് റെക്കോർഡും കാര്യങ്ങളും ഇപ്പോഴും നമ്മുടെ ചേട്ടൻ അളിയന്റെ ഫോണിനകത്ത് ഇപ്പോഴും കിടപ്പുണ്ട്, പഴയ റെക്കോർഡുള്ള അച്ഛന്റെ മോന്റെ സംഭാഷണങ്ങളൊക്കെ. മോൻ ഈ കാണിച്ച അമ്മയുടെ ചാറ്റ് പുറത്ത് വിട്ട പോലത്തെ അങ്ങനത്തെ ഒരു മനസ്സുള്ളവരായിട്ട് ഞങ്ങളൊക്കെ അതും പുറത്ത് വിടത്തില്ല മോനെ. ഞങ്ങൾ ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ. എന്നിട്ട് ഇനിയെങ്കിലും എന്റെ വെറുതെ വിടാൻ മേലെ. ഞാനൊരു ക്യാൻസർ പേഷ്യന്റ് അല്ലേ, ഇനിയെങ്കിലും എന്റെ ഒന്ന് വെറുതെ വിടാൻ മേലെ. 11 വയസ്സിലെ സുധിച്ചേട്ടൻ അന്ന് ശ്വാസിൽ വെച്ച് എന്നെ ഏൽപ്പിച്ചപ്പോൾ ആരും ഇല്ലായിരുന്നു മോനെ. മോനൊരു പ്രാവശ്യം അച്ഛനോട് വഴക്ക് പിടിച്ച് കൊല്ലത്ത് പോട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വിളിച്ച് ഓർക്കുന്നുണ്ടോ? അന്ന് അവരെന്തുവാ പറഞ്ഞ മോനെ ഇങ്ങോട്ട് വരണ്ട, അവിടെ അച്ഛന്റെ അമ്മയുടെ കൂടെ നിന്നാൽ മതി. ഇതൊക്കെ മോനെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ മോൻ അതൊന്നും ഓർമ്മ കാണത്തില്ല. അബദ്ധ ഘട്ടങ്ങളിൽ പോലെ ഞാനും ഇല്ലായിരുന്നു. ഈ അമ്മയും നീ കുറ്റം പറഞ്ഞ നിന്റെ അളിയനും ചേച്ചിയൊക്കെ ഉള്ളായിരുന്നു. ഓരോ കുറ്റത്തിന് പോലീസ് സ്റ്റേഷൻ വരെ കയറി ഇറങ്ങി ഞാനായിരുന്നു. വേറെ ആരും ഇപ്പൊ നിന്നെ ഈ കൊണ്ടു നടക്കുന്നവർ ആരും ഇല്ലായിരുന്നല്ലോ ഒന്ന്. ഇനി എന്നെ കൊണ്ട് പറയിപ്പിക്കലിരിച്ചു. ഇനി ഇത് കൂടുതൽ എനിക്ക് ഒന്നും പറയാനില്ല. ഇനി എന്നെ വെറുതെ വിടുക. ഇത് നിന്നെ പറ്റിയുള്ള എന്റെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും. ഇതൊക്കെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കണം. നിന്നെ പറ്റി, ഈ രാഹുൽ ദാസിനെ പറ്റി അല്ലെങ്കിൽ കിച്ചുവിനെ പറ്റിയുള്ള ലാസ്റ്റ് വീഡിയോ ആയിരിക്കണം ഇതെന്റെ. ഇനി എന്നെ കൊണ്ട് വീഡിയോ ഇടിപ്പിക്കരുത് കിച്ചു. എനിക്ക് വയ്യ. ഞാനൊരു ക്യാൻസർ പേഷ്യന്റ് ആണ്. ഒരു ക്യാൻസർ രോഗിയായിട്ടുള്ള ഒരാളുടെ മനസ്സ് എത്രത്തോളം വേദനിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഡോക്ടേഴ്സ് ഇപ്പോഴും പറഞ്ഞിട്ടുള്ളത് എന്റെ മനസ്സിനെ വേദനിപ്പിക്കരുതെന്നാണ് ചേച്ചിയോടൊക്കെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല എന്റെ അസുഖം. നിങ്ങൾ ഓർത്ത ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, അതല്ല എന്റെ അസുഖം. നിങ്ങൾക്ക് എന്റെ സ്റ്റേജും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല. ഡോക്ടേഴ്സ് എത്ര ശതമാനമാണ് എന്നെ രക്ഷിച്ചെടുക്കാനുള്ള ചാൻസ് പോലും നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. അറിയാതാണ് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് എന്നെ കുറ്റപ്പെടുത്തുന്നത്. ഞാൻ ഇത്രയും പറയുന്നില്ല. ഞാൻ ഇവിടെ കിടക്കുമായിരുന്നു. ഇത്രയും ഞാൻ പറയുന്നില്ലായിരുന്നു. പക്ഷെ നിങ്ങൾ എന്നെ കൊണ്ട് കിച്ചു എന്നെ കൊണ്ട് ഇത് പറയിപ്പിച്ചു. ഇനിയും ഇത് കിച്ചുവിനെ പറ്റിയുള്ള എന്റെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കണം. നീ എനിക്ക് ഒരു സ്നേഹവും എനിക്ക് തരണ്ട. എന്നെ വന്ന് കാണണ്ട. ആരുടെ വിഷമം തീർക്കാൻ എന്നെ വന്ന് കാണണ്ട. ഇന്ന് വരെ കണ്ടുമില്ല, വിളിച്ചുമില്ല, മിണ്ടിയില്ലല്ലോ. വേണ്ട, ഇനി ഇത് വേണ്ട. എന്നെ വെറുതെ വിട്ടേക്ക്. ഈ ഉള്ളവളെ വെറുതെ വിട്ടേക്ക്. ഞാൻ ചത്താലും എന്റെ ശവം പോലും നിങ്ങൾ ആരും വന്ന് കണ്ട് എന്റെ ഒരു റീത്ത് പോലും ആരും സമർപ്പിക്കണ്ട. എന്നെ വെറുതെ വിട്ടേക്ക്. എന്റെ കൊച്ചിന് വേണ്ടിട്ട് എന്നെ വെറുതെ. ഈ രേണുസുതി ഇത്ര ഇമോഷണൽ ആവുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ അവർ ഇതൊക്കെ പറഞ്ഞതുകൊണ്ടുള്ള വിഷമമായിരിക്കാം. എന്തായിരുന്നാലും എനിവേ ഇതിലെ കൂടുതൽ നമ്മൾ അവരെ തേജോവധം ചെയ്യാൻ വേണ്ടി നിൽക്കുന്നില്ല. അവർക്ക് രോഗത്തിന്റെ സ്റ്റേജിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം എന്തായിരുന്നാലും എല്ലാം മാറ്റി വെക്കട്ടെ. പറയാനുള്ളത് നിങ്ങൾ നന്നായിരിക്കുക.
ഈ ഇഷ്യൂ ഒക്കെ മാറട്ടെ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീർക്കുക. അതിന് മുമ്പായിട്ട് നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് സെറ്റാക്കി വെക്കുക. രോഗത്തിൽ നിന്നും മുക്തി നേടി നിങ്ങളുടെ പറഞ്ഞതുപോലെ നിങ്ങളുടെ കുട്ടിക്കായി നിങ്ങൾ തിരിച്ചു വരാൻ ശ്രമിക്കുക എന്നുള്ളതല്ല, നിങ്ങൾ തിരിച്ചു വരണം. എന്നിട്ട് നിങ്ങൾക്കൊരു നല്ല ജീവിതം മുമ്പോട്ട് നയിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കാര്യം ആർക്കും രോഗം കൊണ്ട് ദൈവം പരീക്ഷണം കൊടുക്കാതിരിക്കട്ടെ. അപ്പം ഈ ഒരു ഇമോഷന്റെ പുറത്ത് ചെയ്തൊരു വീഡിയോ ആയിരിക്കും ഇതെന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. തുടർന്നും ഇങ്ങനത്തെ കോൺട്രവേഴ്സികൾ നിങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഈ പൊതുമധ്യത്തിൽ അല്ലെങ്കിൽ ഒന്നാമതേ നിങ്ങളെ നെഗറ്റീവ് പറഞ്ഞ് കൊല്ലാൻ നിൽക്കുന്നവരാണ്. അവർക്കിടയിലേക്ക് നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞാലും നിങ്ങളെ ഞാൻ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ നിങ്ങളെ കുറിച്ച് ഇട്ടപ്പോൾ ആ അതിൽ വന്ന കമന്റുകൾ വെച്ചുകൊണ്ടാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് പറയാണ്, എൻ്റെ പൊന്നു സഹോദരി, നിങ്ങൾ ഇങ്ങനത്തെ കോൺട്രവേഴ്സി ഒഴിവാക്കുക. നിങ്ങളിപ്പം രോഗത്തിൽ നിന്നും മുക്തിക്കായി മനസ്സിന് സുഖമായിരിക്കുക, സ്വസ്ഥമായിരിക്കുക, നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, നല്ല നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുക. നന്നായി വരട്ടെ, രോഗത്തിൽ നിന്ന് തിരിച്ചു വരട്ടെ, പഴയ രേണുസുതി ആവട്ടെ. അതിനുശേഷം നമുക്ക് ഇതിലേക്കൊക്കെ കടക്കാം എന്നുള്ളതാണ്. നിങ്ങൾ തിരിച്ചു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെയൊക്കെ കാഴ്ചപ്പാട് എന്താണെന്നുള്ളത് കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കിച്ചുവിൻ്റെ ഒരു വീഡിയോ ചെയ്ത സ്ഥിതിക്ക് ഇത് വന്നപ്പം ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു, അങ്ങനെ കൊണ്ടുവന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ പറയുന്നു. നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം, പേജിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പം വീണ്ടും കാണാം. താങ്ക് യു.